ശാന്തി. ഭൃഗുടി മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ ദിവ്യചേതനയുടെ ഒരു അതിസൂക്ഷ്മ പ്രകാശബിന്ദുവാണ്. ഞാൻ പ്രകാശസ്വരൂപ ആത്മാവാണ്. ഞാൻ വിശ്വസ്നേഹി വാപ്ദാതയുടെ അതിവിശേഷ, അതിസ്നേഹി, അതിസമീപ സന്താനമാണ്. ഞാൻ ഓരോ ചുവടിലും ബ്രഹ്മ ബാബയെ ഫോളോ ചെയ്യുന്ന ബാബയുടെ സമീപ കുട്ടിയാണ്. ഞാൻ ഓരോ ചുവടിലും ഫോളോ ഫാദർ ചെയ്യുന്നു. ബ്രഹ്മ ബാബ് സമാനം ഞാൻ ത്യാഗമൂർത്തിയാകുന്നു. സർവംശത്യാഗിയാകുന്നു. മനസ്സും ബുദ്ധിയും ഓൾമൈറ്റി ശിവബാബയിൽ സമർപ്പണമാക്കുന്നു. മനസ്സിലും ബുദ്ധിയിലും ഓരോ സമയത്തും ഓരോ കർമ്മത്തിലും ശിവബാബയുടെ ശ്രീമതത്തിൻ്റെ സ്മൃതിയാണ്. ബ്രഹ്മ ബാബ സ്വയം നിമിത്തമാണെന്ന് മനസ്സിലാക്കി ഓരോ കർമ്മത്തിലും ന്യാരെ പ്യാരെ ആയിരുന്നു. ഞാൻ ആത്മാവും സ്വയം സദാ നിമിത്തമായി ഓരോ കർമ്മത്തിലും ന്യാരാ പ്യാര ആയിരിക്കുന്നു. മനസ്സിലും ബുദ്ധിയിലും ബാബയുടെ മുന്നിൽ സമ്പൂർണ്ണ സമർപ്പണമായി ദേഹത്തിൻ്റെയും ദേഹത്തിൻ്റെ സംബന്ധങ്ങളുടെയും ത്യാഗം ചെയ്യുന്നു. ഞാൻ സർവംശത്യാഗിയാണ്. ബ്രഹ്മ ബാബ് സമാനം പരിധിയില്ലാത്ത ത്യാഗിയാകുന്നു. സർവവികൽപ്പങ്ങളും വികർമ്മങ്ങളും ത്യാഗം ചെയ്യുന്നു. മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഈ പഴയ ശരീരത്തിൻ്റെയും ദേഹബോധത്തിൻ്റെയും ത്യാഗം ചെയ്യുന്നു. ഞാൻ നഷ്ടോമോഹ സ്മൃതി സ്വരൂപമാകുന്നു. ഞാൻ മഹാത്യാഗിയാണ്. പഴയ സ്വഭാവ സംസ്കാരങ്ങളെയും വികാരങ്ങളുടെ അംശത്തെ പോലും ത്യാഗം ചെയ്യുന്നു. ഞാൻ ബ്രഹ്മ ബാബ് സമാനം ത്യാഗമൂർത്തിയാണ്. ഇന്ന് സ്മൃതി ദിവസമാണ്, സമൃദ്ധി ദിവസവുമാണ്. ബാപ്ദാദ സർവശക്തികളും ഇഷ്ടദാനമായി കുട്ടികൾക്ക് നൽകുന്നു. ഈ അലൗകിക ഇഷ്ടദാനം മറ്റാർക്കും ചെയ്യാൻ
സാധ്യമല്ല. നിമിത്ത ഭാവനയുടെ വരദാനവും നൽകി. ഈ ഇഷ്ടദാനം എന്നെ സഹജമായി ശക്തികളുടെ അനുഭൂതി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് പ്രഭുദാനം അഥവാ പ്രഭുവരദാനം. അതിനാൽ പുരുഷാർത്ഥത്തിൽ പരിശ്രമമില്ല, സഹജമായി നടക്കുന്നു. ഞാൻ പ്രാപ്തമായ ഈ ഇഷ്ടദാനത്തെ നല്ല രീതിയിൽ കാര്യത്തിൽ ഉപയോഗിച്ചു. ബ്രാഹ്മണ പരിവാരത്തിൻ്റെ അഭിവൃദ്ധി ഉണ്ടാകുന്നു. ബാപ്പ് ദാദ കുട്ടികളുടെ 2 വളരെ നല്ല വിശേഷതകളെ കാണുകയാണ്. ആദ്യത്തേത് സംഘടനയുടെ ഐക്യമാണ്. രണ്ടാമത്തെ വിശേഷത ഒരാൾ പറഞ്ഞു, മറ്റൊരാൾ മാനിച്ചു. നിമിത്തമായ ആത്മാക്കൾക്ക് ബാബ ബാബ എന്ന് മാത്രം അനുഭവപ്പെട്ടു. ബാബ നിമിത്തമായ കുട്ടികൾക്ക് ഹൃദയപൂർവ്വ സ്നേഹം നൽകുന്നു. ബാപ്പ് ദാദ കുട്ടികളുടെ അത്ഭുതത്തെ പാടിപ്പുകഴ്ത്തുകയാണ്. കുട്ടികൾ സ്നേഹത്തിൻ്റെ മാലകൾ ബാപ്പ് ദാദയുടെ കഴുത്തിലണിയിച്ചു. എല്ലാവരുടെ വായിലും ഹൃദയത്തിലും ഈ ഒരു ശബ്ദമാണ് വന്നത്, തിരിച്ചു പോകണം, പോകണം. ബാപ്പ് ദാദ അവ്യക്ത രൂപത്തിൽ സേവനം നടത്തുകയായിരുന്നു. ഡബിൾ വിദേശികൾ അവ്യക്ത പാലനയുടെ പാത്രമാണ്. ഡ്രാമയിൽ ബ്രഹ്മബാബയുടെ ത്യാഗവും കുട്ടികളുടെ ഭാഗ്യവും അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും വലിയ ത്യാഗം ബ്രഹ്മബാബയുടേതാണ്. തുടക്കം മുതൽ തന്നെ ശരീരം, മനസ്സ്, ധനം, സംബന്ധം സർവപ്രാപ്തികളുണ്ടായിട്ടും ത്യാഗം ചെയ്തു. സാധനയിൽ ഉറച്ചു നിന്നു. ബ്രഹ്മബാബയുടെ തപസ് നമ്മൾ കുട്ടികൾക്ക് ഭാഗ്യമുണ്ടാക്കി. ഈ ത്യാഗം സങ്കല്പശക്തിയുടെ സേവനത്തിൻ്റെ വിശേഷ പാർട്ടുണ്ടാക്കി. ഞാൻ സങ്കല്പശക്തിയിലൂടെ ഫാസ്റ്റ് അഭിവൃദ്ധി പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി തപസ്സിന്റെ പ്രഭാവം മുഴുവൻ ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. ഇവിടത്തെ അന്തരീക്ഷം വൈബ്രേഷൻസ് സഹയോഗിയുമാക്കി മാറ്റുന്നു, സഹജയോഗിയുമാക്കി മാറ്റുന്നു. അലൗകിക സ്നേഹവും ശാന്തിയും ഇവിടെ നിന്നും അനുഭവിച്ചു കൊണ്ടുപോകുന്നു. പരിവർത്തനപ്പെടുത്തണം എന്ന സങ്കല്പമെടുത്തു കൊണ്ടുപോകുന്നു. ഇതാണ്
ബ്രഹ്മാവിൻ്റെയും ബ്രാഹ്മണരുടെയും തപസ്സിൻ്റെ പ്രഭാവം ഭിന്ന പ്രകാരത്തിലുള്ള സേവന കുട്ടികളെ കൊണ്ട് പ്രാക്ടിക്കലായി ചെയ്യിപ്പിച്ചു കാട്ടി. ഞാൻ ത്യാഗം, തപസ്, സേവനം ഇതിൻ്റെ വൈബ്രേഷൻസ് വിശ്വത്തിൽ പരത്താനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. സൈലൻസ് ബലത്തിൻ്റെ വൈബ്രേഷൻസ് തീവ്രഗതിയിൽ പരത്തുന്നതിനുള്ള മാർഗമാണ്. മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഏകാഗ്രത ഏകാഗ്രതയുടെ ശക്തികളിലൂടെ വായുമണ്ഡലമുണ്ടാകുന്നു. ചഞ്ചലതയുണ്ടെങ്കിൽ പവർഫുൾ വൈബ്രേഷൻസ് ഉണ്ടാകുന്നില്ല. ബാപ്ദാദ പറയുകയാണ്, ഏകാഗ്രതയിലൂടെ ഹൃദയത്തിൽ നിന്നും ദയ ഇമോർജാകണം. സൈലൻസിന്റെ ശക്തി ദയാഹൃദയഭാവത്തിലൂടെ സങ്കൽപ്പത്തിലൂടെ ചഞ്ചലതയെ പരിവർത്തനപ്പെടുത്താൻ പുരുഷാർത്ഥം ചെയ്യുന്നു. ഞാൻ ഭക്തരുടെ ഇഷ്ടദേവതയാണ്. ഭക്തരുടെ ഇഷ്ടദേവത വിളി കേൾക്കണം, മറുപടി കൊടുക്കണം. പരിവർത്തനത്തിൻ്റെ വായുമണ്ഡലം ഉണ്ടാക്കണം. ഞാൻ ബ്രഹ്മബാബയുടെ കൂടെ പോകാൻ ത്യാഗം, തപസ്, സേവനം ഈ 3 പരീക്ഷണങ്ങളിലും തയ്യാറായി റെഡിയാകുന്നു. ബ്രഹ്മബാബയ്ക്ക് എല്ലാ കുട്ടികളുടെയും പ്രതി ശുഭഭാവനയാണ്. ബാബ പറയുന്നു, റെഡിയാകൂ, റെഡിയാക്കൂ. നല്ല സേവനത്തിലൂടെ ആശീർവാദങ്ങൾ നിറയുന്നു. സന്തുഷ്ടരാകുന്നു, സർവരെയും സന്തുഷ്ടരാക്കുന്നു. ഭക്തരുടെ ആശീർവാദങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. ആരുടെ ഭക്തി തീർന്നിരിക്കുന്നുവോ അവർക്ക് ബാബയുടെ പരിചയം ലഭിക്കും. ഞാൻ ബാബയുടെ വരദാനത്തിൻ്റെ സ്മൃതി സ്വരൂപമാകുന്നു. ഓരോ ശ്വാസത്തിലും ഓർമ്മയുടെയും സേവനത്തിൻ്റെയും ബാലൻസിലൂടെ ബ്ലെസ്സിങ്സ് പ്രാപ്തമാക്കുന്ന സദാ പ്രസന്നചിത്തനായി ഭവിക്കൂ. ഞാൻ ഓർമ്മയുടെ ലിങ്ക് സദാ യോഗത്തിലിരിക്കുന്നതിന് അറ്റൻഷൻ നൽകുന്നു. അതുപോലെ സേവനത്തിലും ലിങ്ക് സദാ യോജിപ്പിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ നിന്നും ഈ ശബ്ദം പുറപ്പെടുന്നു. ഞാൻ ആശീർവാദങ്ങളിൽ പാലിക്കപ്പെടുകയാണ്. പരിശ്രമത്തിൽ നിന്നും യുദ്ധത്തിൽ നിന്നും മുക്തമാവുകയാണ്. ഞാൻ സദാ പ്രസന്നചിത്തനാകുന്നു. സഫലത ജന്മസിദ്ധ അധികാരമായി അനുഭവപ്പെടുന്നു. ബാബയിൽ നിന്നും
സമ്മാനം നേടാനായി സ്വയത്തിൽ നിന്നും കൂടെയുള്ളവരിൽ നിന്നും നിർവിഘ്നരാണ് എന്ന സർട്ടിഫിക്കറ്റ് ഒപ്പം വേണം. ഓം ശാന്തി.